بسم الله الرحمن الرحيم يا من يرى يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من يرى ويرى مناط عروقها في نحرها السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാന്യനായ ഈ മണ്ഡലം സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എം.പി. ചിക്കോയ സാഹിബ്, പ്രിയങ്കരനായ ഉദ്ഘാടകൻ എ.പി. അബ്ദുൽ ഖാദർ മൗലവി, ആശംസാ പ്രസംഗം നടത്തിയ ബഹുമാന്യനായ നമ്മുടെ സഹപ്രവർത്തകൻ, മണ്ഡലം സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, യൂണിവേഴ്സിറ്റിയുടെ ചാരത്ത് പഠിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അല്ലാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് സ്വയം ഉൾക്കൊള്ളുവാനും മറ്റുള്ള ആളുകളുടെ ചിന്താമണ്ഡലങ്ങളിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കുവാനുമുള്ള ഒരവസരമാണ്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന മാനസികമായ അവസ്ഥയല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്നത്. മറിച്ച് നേരത്തെ ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ സുവ്യക്തമായ സുതാര്യമായ ഒരു തുറന്നു വെക്കപ്പെട്ട പുസ്തകമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്.
ഇസ്ലാമിന് എന്താണോ ലോകത്തോട് പറയാനുള്ളത്, ഇസ്ലാം എന്താണോ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നായകൻ എന്താണോ ദീൻ എന്ന നിലയിൽ പഠിപ്പിച്ചിട്ടുള്ളത്, ആ കാര്യം മനസ്സിന്റെ അഗാധതയിൽ നിന്ന് ഈ ഉള്ളവൻ പറയുന്ന വാക്കുകളാണ്. ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അനുയായികളെ, പ്രാസംഗികരെ, പണ്ഡിതന്മാരെ നിങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തത് പറയണം, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ എന്നത് പറയണം, ഇസ്ലാമിൽ ഇല്ലാത്തത് എന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇസ്ലാം എന്താണോ അത് പറയാൻ, അത് ഏറ്റക്കുറവുകളില്ലാതെ, നീക്കുപോക്കുകളില്ലാതെ മാനവ സമൂഹത്തെ അറിയിക്കാനാണ് ഞങ്ങളോട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ബഹുമാന്യനായ എന്റെ ഗുരുനാഥൻ എ.പി. അബ്ദുൽ ഖാദർ മൗലവി കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞ കുറെ നാളുകൾ തീർച്ചയായും ഭൗതികമായ യാതൊരു താല്പര്യങ്ങളുമില്ലാതെ ബഹളമയമായ അല്ലെങ്കിൽ തക്ബീറുകളുടെ അകമ്പടിയോടെ സ്വീകരിക്കപ്പെടുന്ന ഒരു നേതൃത്വമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം. വളരെ സാധാരണക്കാരായ മനോഭാവമുള്ള, കുറെ നല്ല ഹൃദയങ്ങളുള്ള ഒരു മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇസ്ലാഹി പ്രസ്ഥാനം കഴിഞ്ഞ 100 കൊല്ലക്കാലമായി കേരളത്തിലെ സകല മത രാഷ്ട്രീയ സമൂഹത്തിന്റെ മുമ്പാകെ വെച്ചു പോന്നിട്ടുള്ള ഏത് കാര്യങ്ങൾ സംഗതി മുഖവിലക്കെടുത്താലും ഇല്ലെങ്കിലും അതാണ് സത്യമെന്ന് അംഗീകരിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, എന്തെങ്കിലും ഒരു നിഗൂഢതകൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജനങ്ങളോട് നേർക്കുനേരെ ഖുർആനിലൂടെ മനസ്സിലാക്കിയ കാര്യം, പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിൽ നിന്ന് വളച്ചുകെട്ടില്ലാതെ ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചക തിരുമേനിയുടെ പ്രഥമ സംബോധിത സമൂഹമായ സഹാബികളുടെ മുമ്പാകെ വഫീലിഹി വഖൗലിഹി വതക്രീരിഹി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മൗനാനുവാദം കൊണ്ടും ഇന്നതാണ് ഇസ്ലാം എന്ന് റസൂലുള്ള പൂരിപ്പിച്ച് കനിഞ്ഞരുളിയിട്ടുള്ള, സഹാബികൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ള സാക്ഷാൽ ദീനിനെ കാലം എത്ര പുരോഗമിച്ചാലും നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും അത് അതേ അളവിൽ ജനങ്ങളോട് പറയണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. സലാത്ത് വാർഷികങ്ങൾ നടക്കും നമ്മുടെ നാടുകളിൽ. സലാത്ത് വാർഷികങ്ങൾ, ദുആ സമ്മേളനങ്ങൾ. എന്താണ് സ്വലാത്ത് വാർഷികം? ഏത് സ്വലാത്തിന്റെ വാർഷികമാണ് കൊണ്ടാടുന്നത്? 7 കൊല്ലം മുമ്പ് മലപ്പുറത്ത് ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടി ചില ആളുകൾ ഉണ്ടാക്കിയ സ്വലാത്തിന്റെ വാർഷികം, 7ാമത്തെയോ 8ാമത്തെയോ ഒക്കെ വാർഷികങ്ങൾ കൊണ്ടാടുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിമി ആ സ്വലാത്ത് പഠിപ്പിച്ച പ്രവാചക തിരുമേനി, ആ സ്വലാത്ത് പഠിപ്പിച്ച സഹാബികൾ ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് സലാത്ത് വാർഷികം അവരാരും സംഘടിപ്പിച്ചതായി നമ്മളാരും കാണുന്നില്ല. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വച്ഛന്ത ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന, ആരുടെയും പക്ഷം ചേരാതെ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു പോയിന്റാണ് ഞാൻ ഈ പറയുന്നത്. 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് നബിയെ അപാരമായി, നബിയുടെ മരണം പോലും ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് സലാത്ത് വാർഷികം സംഘടിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കും. അവർക്ക് ആർക്കുമില്ലാത്ത ഒരു സ്നേഹം സമസ്തക്ക് പ്രവാചകനോടുണ്ട് എന്നത് വിശ്വസിക്കാനുള്ള മടയത്തരമൊന്നും ദീന് പഠിച്ച നമുക്കാർക്കില്ല. അവരെക്കാളും മുന്തിയ മുസ്ലിങ്ങൾ, അവരെക്കാളും മുന്തിയ സലാത്ത് സ്നേഹമുള്ളവർ ലോകത്തുണ്ട് എന്നത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. 12 കൊല്ലക്കാലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായില്ല. ഒരിക്കൽ പോലും ഒരു സലാത്ത് വാർഷികം, അങ്ങനെ ഒരു ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സലാത്തിനെയും അവർ സ്നേഹിച്ച പോലെ ആര് സ്നേഹിച്ചിട്ടുണ്ട്?
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചക തിരുമേനിയുടെ കൂടെ ജീവിച്ച സഹാബികൾ ആരും അത്തരമൊരു സലാത്ത് വാർഷികം കൊണ്ടാടിയിട്ടില്ല. എന്തിനാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ബിദ്അത്തുകളോട്, മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ പുതിയ കാൽവെപ്പുകളോടുള്ള സമീപനം ബോധ്യപ്പെടുത്താനാണ് ഈ പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കാര്യം മതം പഠിപ്പിക്കാത്ത, ദീനുൽ ഇസ്ലാമിലില്ലാത്ത ഒരു വിശ്വാസം, ഒരാചാരം, ഒരു കർമ്മസംഹിത, ഒരു ജീവിത വീക്ഷണം മുജാഹിദ് പ്രസ്ഥാനത്തിന് അവതരിപ്പിക്കാനില്ല. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തെ എതിർക്കുന്നു എന്നിവിടെ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തെ എതിർത്തത് നാട്ടിലെ നല്ല വെള്ള ചമയാനല്ല. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തെ എതിർത്തത് ഇസ്ലാമിന്റെ പ്രമാണം അതിനെതിരായതുകൊണ്ടാണ്. ഇസ്ലാമിന്റെ പ്രമാണം എന്തൊന്നിനെതിരാണോ അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഓരോ കാര്യങ്ങൾ എതിർത്തത്. ഞാൻ ഇന്ന് സഹീഹ് മുസ്ലിമിന്റെ 2ാം വാള്യത്തിലെ ഏതാനും ഹദീസുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഏതാനും ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പോകുന്ന കൂട്ടത്തിൽ പ്രവാചക തിരുമേനിയുടെ ചോദ്യങ്ങൾ, ഓരോ സഹാബികളുടെ വിവാഹങ്ങൾ നടക്കുമ്പോഴും പ്രവാചകൻ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ ഹദീസിലുണ്ട്. ആ ചോദ്യങ്ങളിൽ മുഴുക്കെ ഒരു അൻസാരിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ട്, ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അൻസാരി പെൺകുട്ടിയാണ്. പ്രവാചക തിരുമേനി ചോദിച്ചു, നീ അവളെ കണ്ടോ? ഇല്ല. എന്നാ നീ അവളെ കാണണം, നീ അവളെ കണ്ടിട്ട് ഉറപ്പുവരുത്തണം. എന്നിട്ട് പ്രവാചകൻ 2ാമത് ചോദിച്ച ചോദ്യത ആവട്ടെ, നീ അവൾക്ക് എന്താ മഹർ കൊടുക്കാൻ തീരുമാനിച്ചത്? നീ അവളോട് എത്രയാണ് സ്ത്രീധനം ചോദിക്കാൻ തീരുമാനിച്ചതെന്നല്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹത്തിന്റെ ഷർട്ടിൽ ഒരു മഞ്ഞപ്പുള്ളി, അതായത് വിവാഹിതരാകുന്നവർ പൂശുന്ന ഒരു സുഗന്ധം അദ്ദേഹം പൂശിയിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്താ വന്നത്തെ വിശേഷം? ഒന്നില്ല, ഞാൻ ഒരു അൻസാരി പെൺകുട്ടിനെ കല്യാണം കഴിച്ചു. ശരി. 2ാമത്തെ റസൂലുള്ളാഹിന്റെ ചോദ്യം എന്താ അറിയോ? നീ എത്ര അവൾക്ക് മഹർ കൊടുത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു കാരക്ക കുരുണ്ടല്ലോ, കാരക്കയുടെ ഒരു കുരു അത്ര വലുപ്പത്തിൽ സ്വർണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിടത്തും നീ എന്താ നിന്റെ മകൾക്ക് സ്ത്രീധനം കൊടുത്തത്, നീ എത്രയാ അവളിന്ന് സ്ത്രീധനം വാങ്ങിയത് എന്നൊരു ചോദ്യമല്ല. മറിച്ച് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന വിവാഹ മൂല്യം, അതാണ് 4ാം അധ്യായം സൂറത്തുൽ നിസായിലെ 4ാമത്തെ വചനത്തിൽ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീധനത്തെ എതിർക്കുന്നത് ഒരു സാമൂഹിക പിന്തുണ കിട്ടാനല്ല, മറിച്ച് ഖുർആൻ അതിനെ ശക്തമായി എതിർത്തു, ഹദീസ് ശക്തമായി എതിർത്തു, പ്രവാചക തിരുമേനിയുടെ ചരിത്രം ശക്തമായി എതിർത്തു. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്, വ്യത്യസ്ത മതങ്ങളിൽ ജീവിക്കുന്ന ഒരു നാട്ടിൽ എന്തുകൊണ്ട് മതരാഷ്ട്രവാദത്തെ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തു? ഇസ്ലാമിക രാജ്യം വരാൻ ഏറെ കൊതിച്ചിട്ടുള്ളവരാണ് മുജാഹിദുകൾ. നിങ്ങൾക്കറിയുമോ? ഇസ്ലാമിക രാജ്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളുമാണ് മുജാഹിദുകൾ. പിന്നെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് നെഗറ്റീവായ ഒരാശയം മുന്നോട്ട് വെക്കുകയും അത് സമൂഹത്തിനിടയിൽ വളരെ പ്രതിലോമപരമായ ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇസ്ലാഹി പ്രസ്ഥാനം ആദർശപരമായി അതിനെ എതിർത്തു. വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാത്ത വാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എതിർത്തു പോന്നു. തബ്ലീഗ് ജമാഅത്തിനോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വിരോധം ഉണ്ടായിട്ടില്ല. അവരുടെ ദഅവാ സമീപനങ്ങളിൽ പ്രവാചക തിരുമേനിയുടെ ചരിത്രവുമായി പൊരുത്തപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കണ്ടു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് എതിർത്തു. ഏത് തിന്മയെയും മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾ അറിയുക, ഭൗതികമോ സാമൂഹികമോ രാഷ്ട്രപരമോ ആയ താല്പര്യങ്ങളല്ല, മറിച്ച് ഖുർആനിന്റെ പ്രമാണങ്ങളാണ് നമ്മളെ അത് തടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനമായ ചില കാര്യങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ലോകത്ത് പ്രവാചകന്മാർ കടന്നു, ആ പ്രവാചകന്മാരകിലവും ലോകത്തോട് ഒന്നാമതായി വിളിച്ചു പറഞ്ഞിട്ടുള്ള കാതലായ ഒരു വശം, പ്രവാചകന്മാർ നാട്ടിൽ വന്നിട്ട് പ്രവാചകന്മാർ ആ ജനതയെ അഭിമുഖീകരിച്ചു. ആ ജനതയോട് പ്രവാചകന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവരോട്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്,
ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആദ്യമായി മാനവകുലത്തെ പഠിപ്പിച്ചിട്ടുള്ള കാതലായ വശം ഈ ഒരു യാഥാർത്ഥ്യമാണ്. അവര് നാട്ടിൽ വന്ന് ജനങ്ങളുടെ ഇടയിൽ എന്തെല്ലാം തിന്മകളുണ്ട്, എന്തൊക്കെ അവസ്ഥകളുണ്ട് എന്ന് പഠിച്ച് മനസ്സിലാക്കി, എന്നിട്ട് അതിൻ്റെ ന്യായാന്യായങ്ങളെ വേർതിരിച്ച്, എന്നിട്ട് അതിൽ ഏതാണ് എതിർക്കപ്പെടേണ്ടത് എന്ന് നോക്കി ഷീട്ടിട്ട്, അങ്ങനെയല്ല. ലോകത്ത് പ്രവാചകന്മാർ എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാർ ആദ്യമായി എതിർത്തിട്ടുള്ളത് ശിർക്കാണ്. ആ പ്രവാചകന്മാർ ആദ്യമായി പഠിപ്പിച്ചിട്ടുള്ളത് തൗഹീദാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ ഈ കാര്യം വളരെ ഗൗരവമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനം, വഅബ്ദുല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അവനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ജനങ്ങളെ ആദ്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യം തൗഹീദാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം പറയാൻ അനുയോജ്യമായ ഒരു മണ്ണ് ഇന്ത്യയുടെ മണ്ണാണ്. ഇന്ത്യയെ പോലെ സ്വാതന്ത്ര്യമുള്ളൊരു മണ്ണ് ലോകത്ത് വേറെ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇന്ത്യയിൽ നമുക്ക് ഏത് ആശയവും ആരുടെ മുമ്പിലും ദഅവത്ത് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. മുസ്ലിം സമുദായം ഇസ്ലാം പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരാരും നമ്മുടെ സ്റ്റേജ് കയ്യേറാറില്ല. ഇല്ല, ഇവിടെ സമസ്ത ജനബാഹുല്യം കൊണ്ട് ഏറെ സമ്പന്നമായ ഒരു സംഘടനയാണല്ലോ സമസ്ത. ആദർശമില്ലെങ്കിൽ പോലും, ആദർശമില്ലാത്ത സമ്പത്തും ജനപിന്തുണയുമുള്ള, ഇടക്കൊക്കെ രാഷ്ട്രീയക്കാര് പൈസയുടെ പേരിൽ അവർക്ക് വേണ്ടി തുള്ളുന്ന സമസ്ത അവരേറെ ജനപിന്തുണയുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഇവിടുത്തെ ക്രൈസ്തവര് കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഇവിടുത്തെ ഹൈന്ദവര് കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഹൈന്ദവര് കയ്യേറിയിട്ടുണ്ടോ? ക്രൈസ്തവര് കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. തബ്ലീഗ് ജമാഅത്തിന്റെയോ സോൾഡാറ്റിയുടെയോ സ്റ്റേജ് ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ കയ്യേറിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജ് ഇവിടെ കയ്യേറപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ആരാൽ? ഹൈന്ദവരാലല്ല, ക്രൈസ്തവരാലല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, വേറെ രാഷ്ട്രീയ സംഘടനക്കാരല്ല. പിന്നെ ആരെ കൊണ്ടാണ്? പിന്നെ ഇവിടുത്തെ സമസ്തക്കാരൊക്കെ. ഇസ്ലാമിന്റെ ദൈവത്തിന് തടസ്സമുള്ള ഏക സംഘടനയും സമസ്തയാണ് കേരളത്തിൽ. ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ അറിയരുത്, ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ടാക്കരുത്, തങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകളെ. അതല്ലാത്ത നിലയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് വേറെ ആർക്കും ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ വിരോധം ഉണ്ടാവാം, പക്ഷെ പുറത്ത് സ്റ്റേജ് കയ്യേറി അതുപോലുള്ള നാടകങ്ങളൊന്നും അവരാരും കാണിക്കാറില്ല. അതിവിടെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ആളുകളാണ്. അതിന് നേതൃത്വം നൽകുന്നത് താടിയും തലപ്പാവുമുള്ള ചില പണ്ഡിതന്മാരാണ്. എന്തു ചെയ്യും? അതൊരു ദുര്യോഗമാണ്, ഒരു വിവരമില്ലായ്മയാണ്, സംസ്കാരമില്ലായ്മയാണത്. എല്ലാ സ്ഥലങ്ങളിലും നടക്കും. അപ്പൊ നമ്മുടെ തിരൂരിനടുത്തുള്ള BP അങ്ങാടി കഴിഞ്ഞ 2 പരിപാടികൾ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഈ ആളുകളുടെ സംസ്കാരമില്ലായ്മ കൊണ്ടും, ഈ ആളുകളുടെ തീവ്രവാദം കൊണ്ടും, ഈ ആളുകളുടെ ചട്ടമ്പതിരം കൊണ്ടും നമുക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. പോലീസുകാർക്ക് പോലും നിസ്സഹായമായ ഒരവസ്ഥ സംജാതമാണ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഭരണഘടനയുടെ 25, 26, 27, 28 ഖണ്ഡികകളിലൂടെ നാം കടന്നുപോയാൽ ഏറ്റവും നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണാണിത്. അറബ് രാജ്യത്ത് എന്നിട്ട് നിങ്ങൾക്ക് എല്ലാം പ്രസംഗിക്കാൻ പറ്റില്ല. അവിടുത്തെ അറബി ഭരണാധികാരികൾ ലോകത്തിന് എന്ത് മ്ലേച്ഛത ചെയ്താലും അവിടെയുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം ഉണ്ടാൻ പറ്റില്ല. ഇസ്ലാം ആകട്ടെ അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനി ജാഹിരീൻ, അക്രമിയായ ഭരണാധികാരിയോട് സത്യത്തിന്റെ വാക്ക് പറയണമെന്നാണ്. അത് പറയാൻ കഴിയില്ല ഗൾഫ് രാജ്യത്ത്, അല്ലേ? അങ്ങനെയാ. അത് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അറസ്റ്റ് ഉണ്ടാവും, ഉണ്ടതെന്ന് ജയിലിൽ കഴിയേണ്ടി. ഇവിടെ PDPയുടെ ചെയർമാൻ നരസിംഹറാവു ഇന്ത്യ ഭരിച്ചപ്പോ നികിട്ട ജന്തു എന്നും കൊരങ്ങ് എന്നും അദ്ദേഹത്തെ വിളിച്ചു.
അധികമായി പോയി അല്ലേ? അത് അദ്ദേഹം തിരുത്തി കോഴിക്കോട് കടപ്പുറത്തെ പ്രസംഗത്തിൽ. ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, അന്നത്തെ എന്റെ തീവ്രവാദം അതായിരുന്നു എന്ന്. അത്ര വരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്. നമുക്ക് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും റോഡുകളിലും കവലകളിലും ഇനി മാത്രമല്ല, കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്നാൽ മതം പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പെർമിഷൻ ലഭിക്കുന്ന വിഭാഗം ഏതാ? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ പോലെ റോഡിൽ ഇപ്പൊ ഇതുപോലെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചെന്നാൽ മുജാഹിദുകളുടെ തന്നെ ആയിരക്കണക്കിന് പരിപാടി ഉണ്ടാവും റോട്ടില്. സമസ്തക്കാരുണ്ടാവും, സോൾഡാരുണ്ടാവും. പക്ഷേ ഒരൊറ്റ ഹിന്ദുവിന്റെ പ്രസംഗം ഉണ്ടാവില്ല റോട്ടിൽ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല റോട്ടിൽ ഹിന്ദു മതം പ്രസംഗിക്കുന്ന ഒരാൾ ഇന്ന് വരെ കേരളത്തിൽ. ഒരു സ്വാമീനെ സംഘടിപ്പിച്ച് റോട്ടിൽ വയലേറിയ ഹിന്ദുക്കൾക്ക് പരിചയം തന്നെ. അപ്പൊ ഈ ഇസ്ലാമിനെ റോട്ടിൽ പ്രസംഗിക്കുക, ക്രിസ്ത്യാനികൾ റോട്ടിൽ മൈക്കെട്ടി അധികം പ്രസംഗിക്കാറില്ല. പിന്നെ വാഹനത്തിലുണ്ട് പള്ളിയിലച്ചന്മാർ കിടക്കൊക്കെ ഒരു പോക്ക്. അതിലവര് റോട്ടിലിറങ്ങി കുറച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാന്നല്ലാതെ വ്യവസ്ഥാപിതമായി റോട്ടിൽ മറുപടിക്ക് മറുപടി, സംവാദം, വാദപ്രതിവാദം, ചോദ്യോത്തര സെഷൻ എന്ന ഇസ്ലാമിക ദഅവത്ത് ഏക ഉള്ള സംഘടനയും സമൂഹവും ഇസ്ലാമിക സമൂഹമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ ഭരണഘടനയും പോലീസുകാരെ ഏറ്റവും കൂടുതൽ കാവലിക്കുന്ന ആർക്കാ? ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടിയാണ് അല്ലേ? അതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. പിന്നെ ചർച്ചുകളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും ഒക്കെ പിന്നെ പല ഉത്സവങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നല്ലാതെ റോട്ടിൽ മതം പറയുന്നവര് നമ്മളാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും സമസ്തയും അല്ലേ? പോപ്പുലർ ഫ്രണ്ടും സോളിഡാരിറ്റിയും ഒക്കെ രാഷ്ട്രീയം, ഭൗതിക പ്രശ്നങ്ങൾ, മതം അവർക്ക് പ്രശ്നമല്ല, ദീൻ അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും അവർക്കാർക്കും എന്തല്ല, അവർക്കൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ള കാര്യമില്ല. പഠിക്കലായിരുന്നാലും എവിടെയും ഒരു സമസ്തക്കാരൻ അവന് പ്രസംഗിക്കും, അവൻ പെർമിഷൻ എടുക്കുന്നു, അവൻ പ്രസംഗം നടത്തും. അതവന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ മുജാഹിദുകൾ എതിർക്കുന്നില്ല, എതിർത്തിട്ടില്ല, ഒരു കാലത്തും എതിർക്കുകയില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആകാശഭൂമികളുടെ തമ്പുരാനെ പേടിക്കുന്നവരാകുന്നു അവരെ നയിക്കുന്നത് എന്നതാണ് ഒരു കാരണം. മരണാനന്തര ജീവിതത്തിൽ പടച്ചോന്റെ അടുത്ത് തോന്നിയാസങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന ഉത്തമമായ ബോധ്യം. പിന്നെയോ വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ഏത് വിശ്വസിക്കാനും എന്ത് പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവരുടെ മടക്കം അല്ലാഹുവിലേക്കാണെങ്കിലും എന്ന ബോധ്യം. രണ്ടാമതായി, ഈ ഭരണഘടന ഏതൊരു മത രാഷ്ട്രീയ സമൂഹത്തിനും അവരുടെ ആദർശം പ്രബോധനം ചെയ്യാൻ, അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത സംഘടനയേത് അല്ലേ? സമസ്തക്കാര് പറയുന്നതൊക്കെ കേരളത്തിലെ മുജാഹിദുക്ക് ഇഷ്ട അല്ലല്ലോ. സമസ്തയിലെ പിന്നെ പ്രബോധനം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരാണ്, പൂർണ്ണമായി ഇസ്ലാമിനെതിരാണ്. സമസ്തയുടെ വിശ്വാസം ഇസ്ലാമിനെതിരാണ്, കർമ്മങ്ങൾ ഇസ്ലാമിനെതിരാണ്, ജീവിത രീതികൾ ഇസ്ലാമിനെതിരാണ്, അവരുടെ പഠിപ്പിക്കൽ സിലബസ് ഇസ്ലാമിനെതിരാണ്, അവർ റോട്ടിൽ പ്രസംഗിക്കുന്ന ഇസ്ലാമിനെതിരാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളാരും എതിർക്കാറില്ല. എന്തുകൊണ്ട്? അത് അവർക്ക് ഈ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമാണ് എന്നതുകൊണ്ട്. അതറിയാത്ത ഒരേ ഒരു വിഭാഗം സമസ്തക്കാരെ. ഏത്? ഞങ്ങളുടെ ഇന്നലെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, തിരൂർ BP അങ്ങാടി രണ്ടു കൂട്ടരി. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ചെക്കന്മാര് വന്നു. അവിടെ പറ്റൂല. എന്താ പറ്റാണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? നാടിനെ, കേരളത്തിന് സമസ്തയുടെ തറവാട്ട് വകയാകുന്നു കേരളം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ചട്ടം വിത്തരം, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ? കയ്യും കാലും ഒക്കെ എല്ലാവർക്കും പറ്റൂ. ഞാൻ ഇടിച്ചാലും നിങ്ങളെ മൂക്ക് പൊട്ടു, നിങ്ങൾ ഇടിച്ചാൽ ചിലപ്പോൾ എൻ്റെ മൂക്ക്. അതൊക്കെ ഒരു നല്ല പരിപാടിയാണോ? അല്ല. അപ്പൊ അവര് ചോദിച്ചു, ഇവിടത്തെ വേറെ ആർക്കും എതിരെ അഭിപ്രായമില്ല, എല്ലാ പ്രബല സംഘടനകളും മുജാഹിദുകളും പ്രസംഗിക്കണം എന്ന് പറയുന്നത്. എല്ലാരും പ്രസംഗിക്കാറുണ്ട്, നിങ്ങളും പ്രസംഗിക്കാറുണ്ട്. അതെന്താ പറ്റൂല എന്ന് പറയും? നിങ്ങൾ ആരവിടെ? ഈ ഒരു സമീപന രീതി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു? ഇത് പ്രവാചകന്മാരുടെ തായ്വഴിയായതുകൊണ്ട്. അതാണ് ഇതിനുള്ള മറുപടി. ഇതൊക്കെ പറഞ്ഞാലും സുന്നികളെ ഇനി ആക്രമിക്കൂലേ? ആക്രമിക്കണം. എന്തുകൊണ്ട്? ഒരു പ്രവാചകന്റെ ശത്രുപക്ഷത്തിൽ ചേർന്നവരാണ്. അബൂജഹലിന്റെ മില്ലത്തിലോ ഫിറൗനിന്റെ മില്ലത്തിലോ അതുപോലെ അഹമാന്റെ മില്ലത്തിലോ ഒക്കെ ചേർന്ന ആളുകൾ അത് ചെയ്യണം. മുജാഹിദ് പ്രസ്ഥാനം മാത്രം മുസ്ലിങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നതും മർദ്ദിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനം സത്യത്തിന്റെ പ്രസ്ഥാനമാകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഭൗതിക ലോകത്ത് സമസ്തക്കാർക്ക് ബോധ്യപ്പെട്ടു.
മദ്രസ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ശക്തമായ എതിർപ്പായിരുന്നു ഇവിടെ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്രസയുള്ള പ്രസ്ഥാനം ഏതാ? ഇരു സമസ്തകളും വാശിയാണ്, എണ്ണത്തിന്റെ പേരിൽ വാശിയാണ്. എന്താ? അവർക്ക് എന്നെ മനസ്സിലായി. മദ്രസയിൽ ടീച്ചിങ് നടത്തി ശമ്പളം വാങ്ങുന്ന മുസ്ലിയാക്കന്മാർക്ക് ഉള്ളിന്റെ ഉള്ളില് മുജാഹിദുകളോട് സ്നേഹ. അങ്ങാടിയിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഉസ്താദിനോട് ഒരു മുജാഹിദ് സലാം പറഞ്ഞ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ? ഉള്ളിനുള്ളിൽ എടോ എന്റെ പൂർവികന്മാര് വാദിച്ചിട്ടാ ഇന്ന് എനിക്കൊരു മദ്രസയിലെങ്കിലും ജോലി കിട്ടി, ഇല്ല എന്റെ ജീവിതം എന്തായിരുന്നു? പള്ളി ദർസ് ചൊറിഞ്ഞു തിരിഞ്ഞ് കിതാബ് എഴുതി എനിക്ക് മദ്രസ ടീച്ചിങ് കൂടി ഇല്ലെങ്കിൽ ഇന്റെയൊക്കെ ജീവിതം എന്തായിരുന്നു? അതുകൊണ്ട് നിങ്ങളെ പൂർവികന്മാര് വാദിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് മദ്രസയിലെ ടീച്ചർമാരാകാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ആർക്കുണ്ട്? അവർക്കുണ്ട്. മുജാഹിദ് പ്രസ്ഥാന സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്തൊരു കാര്യവും ഈ സമൂഹത്തിന്റെ മുമ്പാകെ മുജാഹിദ് പ്രസ്ഥാനം വെച്ചിട്ടുണ്ടോ അത് ഈ സമുദായം സ്വീകരിക്കും. പക്ഷേ തൗഹീദിന്റെ കാര്യം അതെന്താ? അതിന്റെ റിസൾട്ട് ദുനിയാവെന്ന് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. മാത്രമല്ല വിശ്വസിക്കുന്നതെന്തോ അതിനനുകൂലമായ റിസൾട്ടാണ് ദുനിയാവില്. ദർഗയെ പോയാൽ കുട്ടികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവന് കുട്ടികളെ കിട്ടുന്നത്, പിന്നെ ഓനെങ്ങനെ മാറും? രോഗം മാറും ഇന്ന സ്ഥലത്ത് എന്നാൽ അവൻ വിശ്വസിച്ചവന് രോഗം മാറുന്നു. അത് അവൻ മനസ്സിലാക്കുന്നുണ്ട് അത് ശരിയാണെന്നുള്ളതിന്റെ അടയാളാണ്, അത് ശരിയാണെന്നുള്ളതിന്റെ അടയാളമല്ല. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 115-ാമത്തെ വാചകം. എന്താ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും? ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, പിന്നെയോ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്ന ആളുകള്, സഹാബികള്, അതാണ് ഇവിടെ മുഅ്മിനുകൾ എന്ന് പറയും. ആ സഹാബികൾ കാണിക്കാത്ത മാതൃക, ആ സഹാബികൾ ശീലിച്ചിട്ടില്ലാത്ത വഴി, ആ വഴി സ്വീകരിക്കുന്ന ആളുകൾ, അവരെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താ? നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ കുട്ടിനെ കിട്ടും ദർഗയെ പോയാന്നാണെങ്കിൽ കുട്ടിനെ കൊടുക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്കാണ് വരവ്. ചെയ്യുന്ന പ്രവൃത്തിന്റെ ഫലം ഉണ്ടാവുമോ? നല്ല ഒരാൾക്ക് പോക്കറ്റ് അടിച്ചിട്ട് നല്ല പണം ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ അർത്ഥം നല്ലതാണ്. ആരും പിടിക്കണില്ല, പോക്കറ്റടി ആരും പിടിക്കണില്ല, മാസം കൊണ്ട് കോടീശ്വരനും ആകാം. അപ്പൊ ഒരാൾ പറയാം പോക്കറ്റടി നല്ല പരിപാടിയാണ്, കാരണം എന്താ? ഭയങ്കര റിസൾട്ടാണ്, നല്ല പുലൂസല്ല കിട്ടുന്ന, ഒരു അധ്വാനം കൊണ്ട് 1 മിനിറ്റ് അല്ലെ, ചെറുതായിട്ടൊരു ട്രെയിനിങ്, പിന്നെ പോലീസുകാർക്ക് ഒരു കൈമടക്കും. എന്താ സൈ? നാട്ടിലെ എന്തിനും സുഖമാണ് പോലീസുകാർക്ക് ഒരു കൈമടക്ക് കൊടുത്താൽ അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ? പോക്കറ്റടിയിൽ നല്ല ലാഭം ഉണ്ടാകുക, അതുകൊണ്ട് നല്ലതാണ് അല്ല. കൊള്ളയും കൊലയും അതിലൊക്കെ കുറെ റിസൾട്ട് ഉണ്ടാവും. വാടക ഗുണ്ടകൾക്ക് 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കിട്ടും എല്ലാവരും എടുത്തുന്നു, നാട്ടുപ്രമാണിയിൽ നിന്നും അതുപോലെ നേതാക്കന്മാരിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും ഒക്കെ കിട്ടും അല്ലേ? അതുകൊണ്ട് നല്ല ഏർപ്പാടാണ് അല്ല. ഇസ്ലാം പഠിപ്പിച്ചോ ഇല്ലേ, ഒന്നൊന്ന് ഫലം ഉണ്ടാകണുണ്ടോ ഇല്ലേ എന്നതൊന്നുമില്ല. ചില ആളുകൾക്ക് കള്ളു കുടിച്ചാലേ പണിയെടുക്കാൻ കഴിയും. അതിന്റെ അർത്ഥം ഭാസ്കരന് പണിയെടുക്കണേ കള്ളുടിക്കണം, ഭാസ്കരന് വണ്ടി ഓടിക്കണേ കള്ളുടിക്കണം, ദേവദാസന് കള്ളുടിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റൂ, മുഹമ്മദിന് കള്ളുടിച്ചാലേ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റൂ എന്നൊരവസ്ഥ ഉണ്ടായ അപ്പൊ വണ്ടി ഓടിക്കണമെങ്കിൽ കള്ളുടിക്കാം. അപ്പൊ നല്ലതാണ് അല്ല. ഏതൊന്നിനും ഫലം ഉണ്ടോ എന്നുള്ളതല്ല ഒരു കാര്യം, നല്ലതാണോ അല്ലേന്ന് തീരുമാനിക്കാൻ മാനദണ്ഡം അല്ല. അല്ല, ഭാര്യയുമായി ബന്ധപ്പെട്ട കിട്ടുന്ന അതേ സുഖം വ്യഭിചരിച്ചാലും കിട്ടണേ, അതുകൊണ്ട് നല്ലതാണ്. ഒക്കെ ഒരേ ഏർപ്പാടാണെന്നാ അല്ല. ഒന്ന് വ്യഭിചാരമാണ്, ഒന്ന് അനുവദനീയമല്ല, ഒന്ന് അനുവദനീയമാണ്. ദർഗെ പോയാൽ കുട്ടികളെ കിട്ടും എന്നതല്ല ആ കാര്യം ശരിയാണ് എന്നുള്ളതിന്റെ തെളിവ് അല്ല. ക്രിസ്ത്യാനികൾക്ക് മറൈൻ ഡ്രൈവില് ചർച്ചിൽ എന്നാൽ 60 ദിവസത്തിലെ ഇടയ്ക്ക് വരുന്ന ചൊവ്വാഴ്ചകളിൽ അവിടെ ഒരു പൂജ നടത്തിയ കല്യാണം നടക്കും, ഉറപ്പാ. എല്ലാ പെൺകുട്ടികളും നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അതാ ശരിയെന്നാ? നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ക്രിസ്ത്യാനികളായ മതിയല്ലോ. കല്യാണം നടക്കുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. വേളാങ്കണ്ണി പോയാൽ അന്നേ കിട്ടും, പിശാരിക്കാവ് ചെന്ന് അന്നേ കിട്ടും. ഓടക്കാളിയിൽ കൊടങ്കമെഴുത്തിയാല് ആർക്കെതിരാണോ കൊടങ്കമെഴുത്തിയത് അയാൾ ഡൗൺ ആവും, ഉറപ്പാ. അതിന്റെ അർത്ഥം അത് അനുവദനീയമാണ്, നല്ലതാണെന്ന് അതിനർത്ഥമില്ല. ഒരു സുന്നിക്ക് ദർഗെ പോയ കുട്ടി ഉണ്ടായി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നു. വടക്കാഞ്ചേരിയിലെ അഹമ്മദാജി, ചേനരയിലെ അബൂബക്കറാജി എന്നും കുട്ടികളെ കിട്ടി. അതിന്റെ അർത്ഥം ഗുരുവായൂര് ഷെയ്ഖ് ഭയങ്കര ഷെയ്ഖാന്ന് അല്ല, ഗുരുവായൂരപ്പം മുന്തിയ ഔലിയാന്ന് അല്ല. ഹജ്ജിന് പോയി എല്ലാ ഔലിയാക്കന്മാരോടും പറഞ്ഞു നോക്കി, എല്ലാ അമ്പിയാക്കന്മാരോടും പറഞ്ഞു നോക്കി, കുട്ടികളെ കിട്ടിയില്ല. അവസാനം ഗുരുവായൂർ ഔലിയനോട് പറഞ്ഞു കുട്ടികളെ കിട്ടി. അങ്ങനെയാണോ?
ഒരാൾക്ക് ഗുരുവായൂർ പോയി എന്ന് നോക്ക്, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നട പയ്യന്നൂര്. അവിടെ ജസീറ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇരട്ട തുലാഭാരം, നിത്യരോഗിയായ മകൾക്ക് ബഷീർ. അപ്പൊ എന്തുണ്ടായി? കുട്ടിക്ക് രോഗം മാറി. അതിന്റെ അർത്ഥം നമുക്കൊക്കെ അവിടെ പോയിട്ട് രോഗം മാറ്റാൻ അവിടെ പൂജ നടത്താന അല്ല. ഒന്നെന്ന് ഫലം ഉണ്ടാകണേ എന്നതല്ല ഒരു കാര്യം ഇസ്ലാം ആകാനുള്ള മാനദണ്ഡം അല്ല. പലിശ കൊടുത്താൽ ചിലപ്പോൾ ലാഭം ഉണ്ടാകാം. എല്ലാരും ഡൗണായി പോയി എന്ന് വരില്ല. 1000 റുപ്യ കൊടുത്താൽ 1100 വാങ്ങുക, 10,000 കൊടുത്താൽ 11,000 വാങ്ങുക, 1,00,000 കൊടുത്താൽ അതിന്റെ ഇരട്ടി വാങ്ങുക. അതൊക്കെ നല്ലതാണ് എന്നതല്ല ഇസ്ലാമിന്റെ. ഇസ്ലാം ഒരു കാര്യം വിലക്കിയാൽ ആ കാര്യം അതിൽ ഫലം ഉണ്ടോ ഇല്ലേ, അതിൽ നന്മ ഉണ്ടോ ഇല്ലേ, എന്താ അത് അങ്ങനെ മുടക്കിയത്, അതൊന്നും ഇസ്ലാമിൽ നോട്ടില്ല. അല്ലാഹ് വിലക്കിയാ വിലക്കിയത്. റസൂല് പറഞ്ഞാൽ അത് അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള മാനദണ്ഡം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒന്നിന്റെ ഫലം ഉണ്ടോ ഇല്ലേ, ആള് കാണുമോ ഇല്ലേ, കേൾക്കോ ഇല്ലേ, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അമ്പിയാക്കള് കേൾക്കുവോ, നമുക്ക് ചർച്ചല്ല. ഔലിയാക്കള് കേൾക്കുവോ, കേട്ടാൽ എന്താ കേട്ടില്ലേ എന്താ. അല്ലല്ലാത്തവരോട് ദ്വേർക്കാൻ പാടുണ്ടോ? പാടില്ല. അതാണ് നമ്മുടെ വിശ്വാസം അല്ലേ. മരിച്ചോലെ മയ്യത്തെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാല് ആളുകൾ പറയും എന്ത്, 7 അടി ഇങ്ങോട്ട് വെക്കുമ്പോഴേക്ക് മയ്യത്ത് കേൾക്കൂലേ? ആ കേൾക്കും. ഇജ്ജ് വിളിച്ചിട്ട് കേട്ടതാ? അല്ല, മലക്ക് വിളിച്ചിട്ട് കേട്ടാ. ഈ മലക്ക അല്ല, പിന്നെന്താ എനിക്ക് എന്താ പ്രശ്നം? 7 അടി നീ ഇങ്ങോട്ട് എന്നിട്ട് വിളിച്ചിട്ട് ബഷീർക്ക കേൾക്കണ്ടോ? എന്നാ നമുക്ക് പറയുന്നത്, ഞാൻ വിളിച്ചാൽ എന്റെ വാപ്പ കേൾക്കും, ഔലിയ കേൾക്കും. മലക്ക വിളിച്ചത്, ഇജ്ജ വിളിച്ചത് അല്ല, ഇജ്ജ് മലക്ക അല്ല, സമസ്തക്കാരൻ മലക്ക അല്ല. പിന്നെന്താ അവനാ ചോദ്യം? മലക്ക് വിളിച്ചപ്പോഴാ കേട്ടത് അല്ലേ, മനുഷ്യൻ വിളിച്ചപ്പോ കേട്ടോ? അങ്ങനെ റസൂല് പറഞ്ഞോ? നിങ്ങൾ 7 ഇങ്ങോട്ട് വെച്ചാ മലക്ക് അയാളെ എടുത്ത് വരും. മലക്ക് വരും എന്ന് പറഞ്ഞ ഉള്ളാലം തങ്ങൾ വരുന്ന, ഓമാൻ വിശ്വതാക്കൾ വരുന്ന, മൊയ്തീൻ ഷെയ്ഖ് വരുന്ന അല്ല. പിന്നെ മലക്ക്, നിങ്ങൾ മലക്ക അല്ല. മലക്കിനെ ആരാ പറഞ്ഞേക്കണേ? അല്ലാഹ് അല്ലേ. ആ ഒരു പ്രത്യേകമായ സാഹചര്യം. ആ ഹദീസ് റസൂൽ ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ആരെയാ? സഹാബികളെ അല്ലേ. ആ സഹാബികളിൽ ആരെങ്കിലും ഇത് മരിച്ചോരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? 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 ഈ ഹദീസ് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ഏതെങ്കിലും ഒരു സഹാബി മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ ഹദീസ് തെളിവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. ഇല്ല. എന്നാലേ അവരാരും മനസ്സിലാക്കാത്ത ഒരു പുതിയ ചിന്തയും ബുദ്ധിയൊന്നും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണ്ട. മനസ്സിലായോ? അവരെന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കുക. അതിനാണ് മുഅ്മിനുകളുടെ മാർഗം എന്ന് പറയുന്നത്. അതാണ് സലഫി മനഹജ്. അവര് പറഞ്ഞ പോലെ, അവര് വിശ്വസിച്ച പോലെ, അവര് കാണിച്ച പോലെ, അവര് ചിന്തിച്ച പോലെ ഈ മാർഗം. മുജാഹിദ് പ്രസ്ഥാനം അതിൽ നിന്ന് 1 ഇഞ്ചും തട്ടിയിട്ടില്ല. തെളിയിക്കാനും സാധ്യമല്ല. ഒരു കാലത്തും ഒരു കാര്യത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാനെ കുറിച്ചുള്ളവരുടെ വിശ്വാസത്തിൽ ഒരഭാഗത്തെയും സംഭവിച്ചിട്ടില്ല. ആളുകൾ പറയും അള്ളാഹ്ക്ക് കയ്യുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ് ഇറങ്ങണുണ്ട്, അള്ളാഹ് കേറുന്നുണ്ട് എന്നൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം. മുജാഹിദുകൾ എങ്ങനെ പറയുന്നേ? ശരി, അങ്ങനെ ഉണ്ടോ എന്ന് ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പരിശോധിക്കാലോ അല്ലേ. ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും പരിശോധിക്കാമല്ലോ. മുജാഹിദുകളുടെ അള്ളാഹ് കയ്യുള്ള അള്ളാഹ്, മുജാഹിദുകളുടെ അള്ളാഹ് കാലുള്ള അള്ളാഹ്, മുജാഹിദുകളുടെ അള്ളാഹ് ചന്തിയുള്ള അള്ളാഹ് എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കണേ. സാധാരണ ഇനങ്ങൾ കേൾക്കുന്നത്. ശരി, സമസ്തക്കാരന്റെ അള്ളാഹ് എന്താ? മുജാഹിദുകളുടെ അള്ളാഹ് അങ്ങനെ. നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളെ അള്ളയോ കയ്യുണ്ടോ? ഇല്ല. കാലുണ്ടോ? ഇല്ല. തല ഉണ്ടോ? ഇല്ല. ഉടലുണ്ടോ? ഇല്ല. ചന്തി ഉണ്ടോ? ഇല്ല. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്തൊരല്ല ഞങ്ങളല്ല? പിന്നെ എന്താ ഞങ്ങളല്ല? അള്ളാഹിനെ പറ്റി ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് ദീനിലില്ലാത്തന്ന് അതിനർത്ഥമുണ്ടോ? സമസ്തക്കാര് ഖുർആനും ഹദീസും കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അതില്ല എന്നതിനർത്ഥമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇർഹമോ മൻഫില്ലർലി ഇർഹമക്കും മൻഫിസ്സമാ, എല്ലാരും ഉദ്ധരിക്കുന്ന ഹദീസാണല്ലോ. അല്ല, എന്താ ഇതിനർത്ഥം? ഇർഹമോ മൻഫില്ലർലി ഇർഹമക്കും മൻഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുക. എങ്ങനെ? ഈ ഹദീസ് ദുർബലമാണോ? അല്ല. ഇല്ലാത്തതാണോ? അല്ല. റസൂല് പറയാത്തതാണോ? അല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും.
ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ അഅമിൻതും മൻ ഫിസ് സമാ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ സ്ത്രീയെ അയാളുടെ യജമാനൻ ആ അടിമ സ്ത്രീയുടെ യജമാനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. നബിയുടെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവളെ കൊണ്ടുവാ. രണ്ട് ചോദ്യങ്ങൾ നമുക്ക് അവളോട് ചോദിക്കാം. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് എന്താണ്? അയിനല്ലാ, ഒരു പെണ്ണിനോട് ഒരു അടിമ സ്ത്രീയോട് റസൂൽ ചോദിക്കുകയാണ് എന്ത്? അയിനല്ലാ, അല്ല എവിടെ? അല്ലേ? അൽമനാറിന്റെ 2005 ഒരു അൽമനാർ എടുത്തിട്ട് അയിനല്ലാ എന്ന റസൂലിന്റെ ചോദ്യത്തിന്റെ മലയാളം അല്ലാഹു എവിടെ, അതിങ്ങനെ പറഞ്ഞിട്ട് പേരോട് പറയണെന്ത്? മുജാഹിദുകളുടെ അല്ലാഹുവിനെ കാണാനില്ല, അതുകൊണ്ട് ബന്ധപ്പെട്ടവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. എന്തൊരു പരിഹാസം! നിങ്ങൾ ആലോചിക്കണം, അത് റസൂലിന്റെ വചന, റസൂല് ചോദിച്ച ചോദ്യാണത്. അയിനല്ലാ. അപ്പൊ റസൂലിന്റെ അല്ലാഹനെ കാണാനില്ല. റസൂലിനെ പുച്ഛിക്കാൻ, ഇസ്ലാമിനെ പരിഹസിക്കാൻ സമസ്താലയം എന്ന ഒരു ആലയം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. റസൂലല്ല അടിമ സ്ത്രീയോട് ചോദിക്കുകയാണ് എന്ത്? അയിനല്ലാ, അല്ല എവിടെ? അപ്പോ ആ പെൺകുട്ടി, ആ അടിമ സ്ത്രീ മറുപടി പറയണെന്ത്? ഫിസ്സമാ, ആകാശത്തിലേക്ക് വിരല് ചൂണ്ടി, ഫിസ്സമാ, ഉപരിലോകത്ത്, ആകാശത്തിൽ എന്ന് അവര് മറുപടി പറഞ്ഞു. അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഇവിടെ രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു. മന്നന, ഞാനാരാ? ഞാൻ ആരാണ്? അപ്പൊ അവര് പറഞ്ഞു അള്ളാന്റെ റസൂലാണ്. ഈ രണ്ട് മറുപടി കേട്ടപ്പോ റസൂലുള്ള പറഞ്ഞത് എന്താ അറിയോ? ഫൈന്നഹാ മുഅ്മിന, ആ സ്ത്രീ സത്യവിശ്വാസിനിയാണ് എന്നാ. ഇന്നോ ആമിനത്താത്തെ, ആയിഷത്താത്തെ എന്ന് വിളിച്ചിട്ട് ഒരു സമസ്തക്കാരൻ ചോദിക്കുക അയിനല്ലാ ഫിസ്സമാ. ആ കണ്ടോ കാഫിർച്ചി, കണ്ടോ കാഫിർച്ചി, വഹാബിച്ചി എന്നാണ് മുസ്ലിയാക്കന്മാർ. ഇങ്ങക്ക് ദീന് തിരിയാൻ ഞങ്ങൾ എന്താക്കാനാണ്? ഇങ്ങനെ ഒരു സംഭവം ഹദീസിൽ വന്നിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളോല് അത് പറയട്ടെ. ഇങ്ങനെ ഒരു സംഭവം ഹദീസിലില്ല, ധൈര്യമുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹദീസിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അയിനല്ലാ എന്ന റസൂലിന്റെ ചോദ്യം, അതിനാ സ്ത്രീയുടെ മറുപടി ഫിസ്സമാ. എന്നിട്ട് റസൂൽ എന്താ പറയണേ? അങ്ങനെ വിശ്വസിച്ചാലേ മുഅ്മിനാവുള്ളൂ, അങ്ങനെ വിശ്വസിച്ചാലേ മുഅ്മിനത്താകുള്ളൂ. ഇത് ഹദീസിൽ നിന്ന് പഠിച്ച ഞങ്ങൾ എന്തു വേണം? മൂടി വെക്കണോ? അങ്ങനെ തന്നെ വിശ്വസിക്കണം. നിങ്ങൾ പറ, സാധാരണക്കാരായ സുന്നികളെ നിങ്ങൾ പറ, അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഒരു സംഭവമല്ല. നിങ്ങൾ ഉസ്താദുമാർ ഇപ്പൊ ചോദിക്കേ, പള്ളിയിലോ പരിസരത്തുണ്ടെങ്കിൽ ചോദിക്കും, ഇങ്ങനെ ഒരു സംഭവം ചെങ്ങായി ഉദ്ധരിക്കണ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞങ്ങളെ കിതാബെന്ന് ഉദ്ധരിക്കും, സുന്നികളെ പ്രസിദ്ധീകരിച്ച റിസാലയെന്ന് ഉദ്ധരിക്കും ഞാൻ ആ സംഭവം. ആ ഹദീസ് നിങ്ങൾ രേഖപ്പെടുത്തിയത്, സഖാബിമാർ രേഖപ്പെടുത്തിയത്. അപ്പൊ പിന്നെ മുജാഹിദുകൾ പിന്നെ എന്ത് വിശ്വസിക്കണോ? അല്ല എവിടെ എന്നൊരു അധ്യായം ഞങ്ങൾ എഴുതി, ഞങ്ങളെ നേരെ കുതിര കയറിയല്ലോ. പിന്നെ ഞങ്ങൾ എന്തോ വിശ്വസിക്കേണ്ടത്? പ്രവാചക തിരുമേനി അയിനല്ലാ എന്ന് ചോദിച്ചാ പിന്നെ ആ നബീന്റെ അള്ളാനെ കാണാനില്ല, അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം തരിക എന്ന് നബീനെ പരിഹസിക്കുകയാണോ വേണ്ടത്? ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കണ്ടാൽ പേരോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അള്ളാനെ പരിഹസിക്കേ, റസൂലിനെ പരിഹസിക്കേ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞിട്ട് റിസാല എഴുതിയ ലേഖനം വായിച്ചു നോക്കേ. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. കൽബ് ഗോത്രത്തിലെ അല്ലെ ആടുകളുടെ രോമങ്ങൾ അല്ലെ എത്ര ഉണ്ടോ അത്ര വലിയ പോന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു അവർക്ക്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നു. അതിനുണ്ട് സമസ്തക്കാരായ പണ്ഡിതന്മാർക്ക് കമാൻഡ്. അതെപ്പോഴാ കേറിപ്പോവുക? അമേരിക്കയിൽ പകലല്ലേ, രാത്രിയല്ലേ? അപ്പൊ അല്ല അങ്ങോട്ടും കയറി ഇങ്ങോട്ടും ഇറങ്ങി, വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? അതിന് നിങ്ങൾ വിചാരിച്ചെന്താ? സമസ്തക്കാരെ ഒരു മുസ്ലിയാരെ മാതിരിയാ പടച്ചോന്ന്, വെള്ളക്കൊപ്പായും ചുബയോ കെട്ട് പള്ളയും ചാടി എന്നെ ഹറാമം തിന്ന് ഇങ്ങനെ ജീവിക്കുകയാണെന്നാണ് ആരെ വിചാരം? സമസ്തക്കാരെ വിചാരം പടച്ചോൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഖലീൽ തങ്ങള് ഇങ്ങനെ നല്ല ജുബയോ കെട്ട് തലയെക്കെട്ടോ കെട്ടി പള്ളയൊക്കെ ചാടി ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരാള്. അങ്ങനെയുള്ള ഒരു പടച്ചോനെ അപ്പൊ അങ്ങനെ വിചാരിച്ചേ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിയുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ പരിഹസിക്കുന്ന ഉസ്താദുമാരെ അവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതരാകണം. നിങ്ങൾ യഥാർത്ഥത്തിൽ മോചിതരാകണം. ഹദീസിലും ആയത്തിലും വന്ന അനവധി സംഭവങ്ങളാണ് പടച്ചതമ്പുരാനെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കാൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദാപരമായ ചർച്ചകളിൽ അല്ലാഹു എവിടെ,
എന്ന ചർച്ച കൃത്യമായി നടന്നിട്ടുണ്ട്. അല്ലാതെ പടച്ചോൻ എല്ലായിടത്തിലും ഉണ്ട് നാം എങ്ങനെയാ? അല്ല എല്ലായിടത്തിലും ഉണ്ട് ആണോ? അങ്ങനെ പടച്ചോൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്താ? ആകാശത്തിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തിയാ പ്രാർത്ഥിക്കല്, അല്ലാതെ എങ്ങനെയാ? ഇങ്ങനെ ദുനിയാവിൽ എല്ലായിടത്തിലും അങ്ങനെയാ? അങ്ങനെയല്ലല്ലോ. നേരെ പടച്ചോനിലേക്ക് കൈ. എന്താ അങ്ങനെ? സമസ്തക്കാർ ഇങ്ങനെ പരിചയമുള്ളൂ, ദർഗയിലേക്ക് എങ്ങനെയാണല്ലോ നമ്മളൊക്കെ അങ്ങനെ. നബിയും സഹാബികളും പ്രവാചകന്മാരൊക്കെ ആകാശത്തിലേക്ക്, അള്ളാഹുവിലേക്ക്. ബദർ യുദ്ധത്തിൽ റസൂലിന്റെ കക്ഷത്തിലെ വെള്ള കണ്ടു എന്നാണ് അല്ലേ? നമ്മളോ സമസ്തക്കാര് ദർഗക്ക് നേരെ എങ്ങനെ? ഔലിയാക്കളെ കാക്കണേ, അമ്പിയാക്കളെ കാക്കണേ എന്നിങ്ങനെ. ഇസ്ലാമൊക്കെ ഇങ്ങനെ അല്ലേ? ഈ ഒരു വ്യത്യാസം അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വ്യത്യാസം ജനങ്ങൾക്ക് തുറന്നു പറയുന്നു, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസംഗം സമസ്തയുടെ 50 കൊല്ലത്തിന്റെ പ്രവൃത്തിയല്ല ഉണ്ടാക്കുക. അതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിപാടി നടക്കരുത്, അതുകൊണ്ടാ മുജാഹിദിന്റെ പരിപാടി നടക്കരുത് എന്ന് സമസ്ത തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അവരുടെ സാമ്രാജ്യമാണ് തകരുന്നത്, അവരുടെ കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്. അവര് വെച്ചിട്ടുള്ള കരാളാസ്ത്രങ്ങളിൽ നിന്നാണ് ജനത മോചിതരാകുന്നത്. അവർ അല്ലാഹുവിന്റെ പാശവുമായി ബന്ധിക്കപ്പെടുകയാണ്. അത് സമസ്തക്ക് സഹിക്കൂല. അതാണ് കേരളത്തിൽ എല്ലായിടത്തും അവരിടക്കിടക്കൊക്കെ കാണിക്കുന്ന കബഡിയും കരാട്ടയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഇനി നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ദർഗകളെ എതിർക്കുന്നു? എന്തുകൊണ്ടാണ്? ഇസ്ലാമില് കാണാക്കാഴ്ചകൾ എന്നൊരു പ്രസിദ്ധീകരണം അലവി സക്കാഫി കൊളത്തൂരി ചീഫ് എഡിറ്ററായിട്ട്, അതായത് 1ാമത്തെ പേജ് മുതൽ അവസാനിക്കുന്നവരെ ലോകത്തുള്ള കുറെ ദർഗകൾ ഷിയ സൈറ്റിൽ നിന്ന് എടുത്തതാണത്. ആ ദർഗകൾ മുഴുക്കെ ഷിയാക്കളാണ്. അതായത് ഷിയാക്കളാണെന്നുള്ള ഉസ്താദുമാര് അങ്ങറിയില്ലേ? കുന്നത്തേരിയിലെ വാദപ്രതിവാദത്തിലൊരു ഹദീസ് ഉദ്ധരിച്ചല്ലോ. ഷിയ സൈറ്റിലെ 40 തെളിവുകളിൽ ഒരു തെളിവാണത്. ഷിയ സൈറ്റിൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് ഷിയ സൈറ്റിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇന്നമാ വലിയക്കുമല്ല ആദ്യം ആരാ അവരെ പഠിപ്പിച്ച്? ഷിയാക്കളാണ്. ഷിയാക്കളോട് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷിയായിസമാണ് കേരളത്തിലെ സമസ്ത എന്ന് പറയും. അത് മനസ്സിലാകണമെങ്കിൽ ഇന്റർനെറ്റിന്റെ യുഗമാണല്ലോ. ഞാൻ പറയുന്ന മുകളിൽ സൈറ്റിൽ കയറി ഷിയ സൈറ്റിൽ കാണാൻ 40 തെളിവ്. ആ 40 തെളിവും കേരളത്തിലെ AP സുന്നികളും EK സുന്നികളും ഉദ്ധരിക്കുന്നതാണ്. എങ്ങനെ ഷിയാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ടായി? അടിവരയിട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശുദ്ധമായ ജൂതായിസമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഖബർ കെട്ടിപ്പൊന്തിക്കുക ജൂതന്മാരുടെ സമ്പ്രദായമാണ്. അതുകൊണ്ട് തന്നെ റസൂല് പറയാ, റസൂല് മരിക്കാൻ കിടക്കുമ്പോ പറഞ്ഞ വാക്കുകൾ ആർക്ക് തള്ളിക്കളയാനാവും? അങ്ങനൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതിങ്ങോട്ട് പറ, ബാക്കി നമുക്ക് അപ്പൊ പറയാം. ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. നോക്ക്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇതാരാ പറയുന്നത്? AP അബ്ദുൽ ഖാദർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വന്യവയോധികനായ പണ്ഡിത സഹോദരനല്ല, പിന്നെ ആരാ? റസൂലുള്ള പറയാ, ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും. എന്തുകൊണ്ട്? കേട്ടോ കേട്ടോ മോനെ, യുവാക്കളെ, ചെറുപ്പക്കാരെ കേട്ടോ, സമസ്തയുടെ വലയത്ത് പെട്ടുപോയവരെ കേട്ടോ. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അമ്പിയാക്കളുടെ കബറിടങ്ങളെ, നാടൻ മനുഷ്യന്മാരതല്ല, നാടൻ മനുഷ്യന്മാരതല്ല, അമ്പിയാക്കളുടെ കബറിടത്തെ കെട്ടി ഉയർത്തി അവിടെ ആരാധനാ കേന്ദ്രമാക്കുക, അവിടെ പ്രാർത്ഥിക്കുക, അതൊരു ആരാധനയാ. അവിടെ നേർച്ച നേരുക, അത് മറ്റൊരു ആരാധനയാ. അവിടെ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അത് മറ്റൊരു ആരാധനയാ. അവിടെ സുജൂദ് ചെയ്യുക, അത് മറ്റൊരു ആരാധനയാ. അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അമ്പിയാക്കളുടെ കബറിടം കെട്ടിയുയർത്തി. ഇനി പഠിച്ചോ, പരിശോധിച്ചോ. നേരം എടുത്തിട്ടില്ലെങ്കിൽ നേരത്തെ AP പറഞ്ഞൊരു വാക്കിന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ട് ശിർക്കിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ആഖിറത്തിലാ. വല്ലാത്തൊരു വാക്കാതെ. അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ചു വരാൻ വകുപ്പില്ലട്ടോ. അവിടെ എത്തിയിട്ട് തിരിച്ചു വരാൻ വകുപ്പില്ല, ഇല്ല. പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ ഇല്ല. ഒന്ന് മടക്കി അയക്കണേ. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് വരില്ല. കേട്ടോ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചു. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ കബർ കെട്ടി ഉയർത്തിയിട്ട്. അമ്പിയാക്കൾ തന്നെ ഉയർത്തിയ അള്ളാഹ് ശപിക്കെങ്കിൽ ഔലിയാക്കൾ ഉയർത്താൻ അള്ളാഹ് സമ്മതിക്കോ മോനെ? സമ്മതിക്കോ? നിങ്ങൾ ആലോചിക്കുക. അമ്പിയാക്കളുടെ കബറിന്
സമസ്തക്കാരന്റെ വാദം അനുസരിച്ച് പടച്ചോന് പെരുത്ത് ഇഷ്ടമുള്ള സംഗതിയല്ലേ അമ്പിയാക്കളെ ഖബർ കെട്ടി ഉയർത്തല്? അല്ലേ? അല്ലേ? ചിന്തിക്കങ്ങള്, ആലോചിക്ക്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ഖബർ കെട്ടി ഉയർത്തി അവരോട് വിളിച്ച് പ്രാർത്ഥന ഇസ്ലാമാണെങ്കിൽ അല്ല എന്തിനാ ജൂതന്മാരെ ശപിച്ചത്? ഇഷ്ടപ്പെടുകയായിരുന്നില്ലേ വേണ്ടത്? അല്ലേ? എന്തിനാ ക്രിസ്ത്യാനികളെ ശപിച്ചത്? അവരുടെ വഴികൾ അല്ല ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് സുഹൃത്തേ, പൊന്നു മുസൽമാനെ, ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ചെല്ലുന്നത് കോപിക്കപ്പെട്ട ജൂതന്മാരുടെ ബാധ, വഴിപിഴച്ച ക്രിസ്ത്യാനികളുടെ ബാധ, അത് രണ്ടും ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ടാണോ നീ ഖബർ കെട്ടി ഉയർത്തുന്നത്? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ച അള്ളാഹ്ക്ക് സമസ്ത ആരാള്? ഖമറുൽ ഉലമ. ഞങ്ങളെ ശപിക്കുന്നില്ല കേട്ടോ, ഒരേ ശബി, ഓരോ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകളൊന്നുമില്ല എന്ന് അല്ല പറയോ? ചിന്തിക്ക് സമസ്തക്കാരെ, ജൂതനെ അല്ല ശപിച്ചു, അക്കാര്യം നിങ്ങൾ ചെയ്താൽ അല്ല നിങ്ങളെ ശപിക്കൂലേ? അതുകൊണ്ട് തുറന്ന് ഞങ്ങൾ സ്നേഹത്തോടുകൂടി നിങ്ങളോട് പറയാ, ഖബർ കെട്ടി പൊക്കല്ലേ. ഇസ്ലാം പഠിപ്പിച്ചല്ല. നിങ്ങൾ പരിശുദ്ധ ഹറമിന്റെ പരിസരത്തൊക്കെ ഉള്ള ഖബറുകൾ നോക്ക്, ഒരു ചാണ് പോലും ഇല്ല അവിടെ, നിരന്ന് കിടക്കുക. ഒരു മൈതാനം, കാടും പുല്ലും ഒന്നുമില്ലാത്ത, നമ്മുടെതൊക്കെ കാടാണ്, നിരന്ന് കിടക്കുന്ന മൈതാനം കൊണ്ടുപോവുക, 6 അടി മണ്ണിലേക്ക് വെക്കുക. എത്ര മഹാനാണെങ്കിലും കേട്ടോ, എത്ര മഹാനാണെങ്കിലും ആ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക. അതാണ് അല്ലേ? ഇതാണ് ഇസ്ലാം ആ കാര്യത്തിൽ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ഖബർ കെട്ടി പൊന്തിക്കാൻ കുഴപ്പമില്ല, ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമസ്തക്കാർ പ്രസംഗിക്കുന്നു. ഇത് ആലോചിക്കുമ്പോൾ ഞങ്ങളോടൊരു പോയിന്റ് പറയാം, അത് ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ ലോകത്തോട്, 25 പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചു അല്ലേ? ഈ 25 പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരുടെയും പേരും കുറഞ്ഞ ഡീറ്റെയിൽ, കുറെ ആളുകളുടെ വളരെ ഡീറ്റെയിൽ ആയി ഗംഭീരമായ വിശദീകരണങ്ങൾ. മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരുടെ, ഈസ അലൈഹിസ്സലാം, അങ്ങനെയുള്ള പ്രവാചകന്മാർ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇപ്പോ മൊയ്തീൻ ഷെയ്ഖ് മരിച്ച, മമ്പറന്തങ്ങൾ മരിച്ച, ഉള്ളാളന്തങ്ങൾ മരിച്ചാല്, അല്ലെങ്കിൽ അതുപോലുള്ള മഹാന്മാർ മരിച്ചാല് അവരെ ഖബറടക്കി അവിടെ ഖബർ കെട്ടി ഉയർത്തി ആ തലമുറ ആരാധിച്ച്, അടുത്ത തലമുറ ആരാധിച്ച്, ഈ തലമുറയിലെ പണ്ഡിതന്മാർ അത് ശരിയാണെന്ന് കിതാബ് എഴുതി, അത് ശരിയാണെന്ന് പ്രസംഗിച്ച്, അല്ലേ? ഇങ്ങനെ. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പോയിന്റാണ് നോട്ട് ചെയ്തത്. ഒരു നബിക്ക് ശേഷം ഒരു നബി വന്നിട്ട്, നാലാണല്ലോ സമസ്ത പറയുന്നത് ശരി, മുജാഹിദുകൾ പറയുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഒരു നബിക്ക് മുമ്പ് വന്ന ഒരു നബിയുടെ ഖബർ കെട്ടി ഉയർത്തി അവിടെ ഇന്ന് സമസ്തക്കാര് നടത്തുന്ന എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തിയ ഒരു നബീന്റെ പേര് പറയാമോ? നോട്ട് ചെയ്ത് വെച്ചോളി, നല്ലതാ. അതായത് ഒരു നബിയുടെ വഫാത്തിന് ശേഷം ആ നബിയുടെ ഖബർ കെട്ടി ഉയർത്തി അവിടെ പൂജ, ധ്യാന കർമ്മങ്ങളും സിയാറത്ത് ടൂറുകളും സംഘടിപ്പിച്ച ഒരു നബിയുടെ പേര് സാധിക്കും? നിങ്ങൾക്ക് സാധിക്കും? ഇല്ല. എന്തുകൊണ്ടില്ല? ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരിടത്ത് പോലും ഒരു ദർഗയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? എന്നാ സമസ്ത എന്ന് പറഞ്ഞ ദർഗയല്ലാത്ത ഒരു പരാമർശമില്ല. അതാണ് കാണാ കാഴ്ചകളിൽ A to Z. സമസ്ത എന്ന് പറഞ്ഞാൽ തന്നെ എന്തറിയോ, സയാമീസ് ഇരട്ടകളെ പോലെയാ സമസ്തയും ദർഗയും. ഇത് രണ്ടും സയാമീസ് ഇരട്ടേനെ പോലെയാ, ഒന്ന് വേർപെടുത്തിയ ഒന്നില്ല. ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. നിങ്ങളുടെ ദീനേതാണ്? ജൂതന്മാരെ ദീനാണ്. പച്ചയായി ഞാൻ ഉറക്കെ തുറന്നു പറയാ, ഈ സദസ്സ് ഇഷ്ടപ്പെടുമോ, നാട് ഇഷ്ടപ്പെടുമോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ശുദ്ധ ജൂതായുസമാണ് ഇന്നത്തെ കേരളത്തിലെ സമസ്ത. അതെല്ലാരും ഈ ധൈര്യത്തിൽ പറയില്ല, ഞാനത് പറയുന്നുള്ളതാണ് എന്റെ കുഴപ്പം. വേറെ കുഴപ്പമൊന്നും ഇതിലില്ല. ഞാൻ പറഞ്ഞത് ഖുർആനെതിരാണെന്നോ ഹദീസിനെതിരാണെന്നോ ആർക്കും പറയാൻ വയ്യ. പിന്നെന്താ, ഇത്തിരി അങ്ങനെയൊന്നും വേണ്ടായിരുന്നു, ഒരു മയപ്പെടുത്തൽ നന്ന് എന്ന് സോളിഡാരിറ്റിക്കും ചിലപ്പോ നമ്മളെ കൂട്ടത്തിലുള്ളവർക്കും ചിലപ്പോ അല്ലാത്തവർക്കും ഒക്കെ. ശുദ്ധ ജൂതായുസമാണ്. ജൂതനെ അല്ല എന്തൊന്നുകൊണ്ട് ശപിച്ചോ അത് നിങ്ങൾ ചെയ്ത നിങ്ങളെ ശപിക്കും, ഞങ്ങൾ ചെയ്ത ഞങ്ങളെ ശപിക്കും, ഞാൻ ചെയ്ത എന്നെ ശപിക്കും. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഈ കിതാബ് ഒന്നും ഓതണ്ട. ജൂതനെ അല്ല ശപിച്ചു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ഉണ്ട്. സഹിയാണോ? അതെ. എന്തിന്റെ പേരിലായിരുന്നു അല്ല അവരെ ശപിച്ചത്? ഖബർ കെട്ടി ഉയർത്തിയത്, അവിടെ ആരാധന നിർവഹിച്ചിട്ട്. അത് നിങ്ങളും ചെയ്യുന്നു.
ആ പണി നിങ്ങൾ ചെയ്ത നിങ്ങളെ അല്ലാഹു ശപിക്കും. വലാ യുളിം റബ്ബക അഹദ, അല്ലാഹുക്ക് ഒരാളോടും വിരോധമില്ല. ഇനിയോ, ഇനി കേട്ടോ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് ഇല്ലേ? ഉണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തില്ലേ? ഉണ്ട്. ആണല്ലോ, സമ്മതിച്ചല്ലോ. സമസ്തക്കെതിരില്ല, ഇല്ല. ഞങ്ങൾക്കെതിരുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരുണ്ടോ? ഇല്ല. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തില്ലേ? ഉണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തില്ലേ? ഉണ്ട്. എന്നാൽ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും കാര്യത്തിൽ സമസ്തയും സലഫി പ്രസ്ഥാനവും വേർതിരിയുന്ന അതിർവരമ്പ് എവിടെയാ? എവിടെയാ? ആലോചിക്കണം. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മുഅ്ജിസത്തുള്ളതാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് ആര്? മുജാഹിദ്. മുഅ്ജിസത്താകട്ടെ അമ്പിയാക്കളുടെ കഴിവല്ല. ഇവർ അമ്പിയാക്കളാകുന്നു. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ ജീവിതമുണ്ട്. അത് പറയാൻ ഞാൻ തെരഞ്ഞെടുത്തയച്ച പ്രവാചകന്മാരാകുന്നു ഇവർ എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു മറ്റാർക്കുമില്ലാതെ ഞാൻ തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ തന്നെ ഇത് എന്ന് തെളിയിക്കാൻ അവരിലൂടെ പ്രകടിപ്പിക്കുന്ന അവരുടെ കഴിവിൽപ്പെടാത്ത അമാനുഷിക ദൃഷ്ടാന്തത്തെയാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. ഇനിയോ സമസ്തക്ക് സംഭവിച്ചെന്താ? മുഅ്ജിസത്ത് ആരാണോ കൊടുത്തത് ആ ശക്തിയെ സമസ്ത വിട്ടു. പടച്ചോനെ ശ്രദ്ധിക്കണം, അടിവരയിട്ട് ശ്രദ്ധിക്കണം. വളരെ പ്രധാനമായ പ്രബലമായ തെളിവുകളാണ് പറയുന്നത്. അതായത് അള്ളാഹുവാണ് മൂസാ നബിയുടെ വടി പാമ്പാക്കണത്. മൂസാ നബി അല്ല. മൂസാ നബി ചെയ്യണത് അപ്പതൊരു തൂവാല, ഒരു കർച്ചി, ഇതെനിക്ക് താഴെ ഇടാം, നിങ്ങൾക്കൂടാ. പക്ഷെ മൂസാ നബിന്റെ കയ്യിലുള്ള വടിക്കൊരു പ്രത്യേകത. ആ വടിക്കൊരു പ്രത്യേകത പിന്നെന്താ? ആ വടി മൂസാ നബിന്റെ കയ്യിൽ നിന്ന് താഴെ പോകുമ്പോ മാത്രമേ അള്ള പാമ്പാക്കുള്ളൂ. അത് ഫിറോവിനടുത്ത് താഴെട്ടാലോ അത് വടിയായിട്ട് തന്നെ താഴെ പോകൂ, പാമ്പാവൂല. എന്താ? മൂസാ നബീനെ അള്ള നബിയാക്കിയിട്ടില്ല. മൂസാ നബീനെ അള്ള നബിയായിട്ട് തെരഞ്ഞെടുത്തില്ല. മൂസാ നബി ഫിറോവിനോട് പറയണ എന്താ? ഞാൻ അള്ളാന്റെ പ്രവാചകനാണ്, ഞാൻ അള്ളാന്റെ പ്രവാചകന്. അതിനെന്താ തെളിവ്? അതിനാണ് ഇതാ വടി. വടിക്ക് എന്താ പ്രശ്നം? വടിയൊന്നുമില്ല, വടി നിലത്തിട്ട കണ്ടോ കണ്ടോ. ആ വടി നിലത്തിടുക എന്ന് മാത്രമാണ് മൂസാ നബി ചെയ്യുന്നത്. അതിനെ പാമ്പാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഫിറൗനിന്റെ മജീഷ്യന്മാരൊക്കെ വടി നിലത്തിട്ട് പാമ്പായപ്പോ മൂസാ നബി പേടിച്ചത്. പേടിക്കേണ്ട മൂസ, നീ നിന്റെ തൊട്ടോ അതെല്ലാം അതിനെ വിഴുങ്ങിക്കോളും. വേണ്ട. ഇവിടെ ആലോചിക്ക, സമസ്തയിലെ യുവാക്കള്, സമസ്തയെ ചുറ്റിപ്പറ്റിയൊക്കെ ജീവിച്ച പഴമക്കാരായ ആരെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അവരാലോചിക്കുക, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടി നിലത്തേക്ക് ഇടുക എന്നല്ലാതെ അതിനെ പാമ്പാക്കുന്നത് മൂസാ നബി അല്ല, അല്ലാഹു ആണ്. ഇവിടെ സമസ്തക്ക് സംഭവിച്ചെന്താ? വടി താഴെയിട്ട് പാമ്പാക്കിയ അല്ലാഹുവിനെ നിങ്ങൾ മറന്നു. മൂസാ നബിയുടെ മുഅ്ജിസത്തിന് പ്രാധാന്യം കൊടുത്ത് മൂസാ നബിയോട് അതിന്റെ പേരിൽ ദ്വയരക്ക എന്ന് നിങ്ങൾ വാദിച്ചു. ആ വാദം ലോകത്തൊരു പ്രവാചകന്റെ അനുയായികൾക്കും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല. മനസ്സിലാവണുണ്ടോ ആവോ എനിക്കറിയില്ല. ഒരു നബിയുടെയും മുഅ്ജിസത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ പടച്ചോനെ വിട്ട് ആ മുഅ്ജിസത്ത് ആരിലൂടെയാണോ പ്രകടിപ്പിക്കപ്പെട്ടത് ആ പ്രവാചകനെ പിടിച്ചിട്ടില്ല. കറാമത്തിന്റെ കാര്യം അങ്ങനെ. അതായത് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം, മുഅ്ജിസത്ത് എന്നതൊരു സത്യമാണ്. അമ്പിയാക്കൾക്കൊക്കെ വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ആ മുഅ്ജിസത്ത് ഇവർ അള്ളാന്റെ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കാനാണ്, അല്ലാതെ അവരോട് ദ്വയരക്കാനല്ല. അതുകൊണ്ടാണല്ലോ ഒരു നബിയുടെ മുഅ്ജിസത്തിനെയും മുൻനിർത്തി ഒരു നബിയോ നബിയുടെ അനുയായികളോ ഔലിയാക്കളോ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന വസ്തുത നാം സുതരാം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവണുണ്ടോ? ഇനിയോ കറാമത്ത്, കറാമത്തുള്ളതല്ലേ? അതെ, കറാമത്തുള്ളതല്ലേ? അതെ. ഇവിടെയും സംഭവിച്ചത് എന്താ? ഇവിടെ സമസ്തക്കാരായ ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, കറാമത്ത് ആർക്കാണോ ഉള്ളത് അവരെ പിടിച്ചു സമസ്ത. കറാമത്ത് ആരാണോ കൊടുത്തത് ആ ശക്തിയെ വിട്ടു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കറാമത്ത് ആർക്കാണോ ഉള്ളത് അവരെ വിട്ടു. കറാമത്ത് ആരാണോ കൊടുത്തത് ആ നാഥനെ പിടിച്ചു. ഇതിൽ നമ്മൾ ഏത് മാർഗം സ്വീകരിക്കണം?
സക്കരിയ നബി സ്വീകരിച്ച മാർഗമാണോ സ്വീകരിക്കേണ്ടത്? അല്ല, സക്കരിയ നബി സ്വീകരിക്കാത്ത ഒരു വഴി സമസ്ത ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഏത് സ്വീകരിക്കണം? വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. എന്താ ഇതിനർത്ഥം? അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അപ്രകാരം നമ്മുടെ കൽപ്പന പ്രകാരം നാം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തയച്ചു. നമ്മുടെ കൽപ്പന പ്രകാരം നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ആളുകളാണ് അവര്, ആ പ്രവാചകന്മാർ അല്ലേ? ആ പ്രവാചകന്മാരിൽ സക്കരിയ അലൈഹിസ്സലാം അല്ലേ, ഈ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മെഹ്റാബിലേക്ക് വരുമ്പോ വവജദ ഇൻദഹാ റിസ്ഖാ, അവിടെ ഭക്ഷണം കാണുകയാണ്. അതായത് മെഹ്റാബിലേക്ക് വരുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈകളിൽ അല്ലാഹ് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തിട്ട് ഭക്ഷണം കാണുകയാണ് ആര്? സക്കരിയ അലൈഹിസ്സലാം. ക്ഷാമകാലത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കാലത്ത് വെറൈറ്റിയുള്ള വ്യത്യസ്തതകളുള്ള നല്ല ഫുഡ്, ഏറ്റവും ശ്രേഷ്ഠമായ ഫുഡ് ആകാശത്ത് നിന്ന് മറിയം ബീവിക്ക് അല്ലാഹ് ഇറക്കി കൊടുക്കുക. ഇത് കറാമത്തല്ലേ? ആണ്. ഇത് ഖുർആൻ അംഗീകരിച്ചതല്ലേ? ആണ്. ഇതിനെ മുജാഹിദുകൾ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനെ കളവ് പറയണം? മുജാഹിദുകൾ കറാമത്തിനെ നിഷേധിക്കുന്നു, കളവ് പറയണം. പിന്നെ എന്താ അങ്ങളും ഞങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം? അത് നേർക്ക് നേരെ കേട്ടോളൂ. ഇത് പറയുന്ന ഖുർആനിക വചനം എന്റെ സമസ്തയിലെ യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ പരിശോധിക്കണം. എന്താണത്? ഖുർആൻ അവിടെ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഭക്ഷണം ഇറക്കി കൊടുത്ത് പറഞ്ഞു. അത് കണ്ട സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? അതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. അല്ലേ? സമസ്തക്കാരി ചെയ്ത പോലെ അദ്ദേഹം ചെയ്തോ? ഏതുപോലെ? എവിടെങ്കിലും ഒരു കറാമത്തുള്ള ബീവി ഉണ്ടെന്ന് കേട്ടാൽ മൈക്കിലൂടെ വമ്പിച്ച അനൗൺസ്മെന്റ്. ഒരു ഉദാഹരണം പറയാം. ഇവിടുത്തെ പള്ളി വളരെ പഴക്കമുള്ള സുന്നി പള്ളിയാണത് പറയും. മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതൽ കാലം മുമ്പുള്ള പള്ളി. ഈ പള്ളിന്റെ മെഹ്റാബില് നാളെ സുബൈക്ക് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ നിങ്ങള്. ഉസ്താദ് വന്നു നോക്കുമ്പോൾ ആകാശത്തുനിന്ന് ഭക്ഷണത്തളിക ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഉസ്താദ് അത്ഭുതപ്പെട്ട്, ഈ കയറില്ല, വേറെ തട്ടില്ല, വേറൊരാൾ കൊണ്ട് ചേർക്കണം. അത് താനെ ഇങ്ങനെ പയ്യെ വന്ന് ഇറങ്ങി അവരുടെ കൈകളിൽ. അത്ഭുതപ്പെടൂലേ? അത്ഭുതപ്പെടും. സമസ്തയുടെ മുസ്ലിയാരാണെങ്കിൽ എന്താ ചെയ്യുക? സുബൈ ബാങ്ക് കൊടുക്കാണ്ട് മൂപ്പര് മൈക്കിലൂടെ ഓയ് വന്നോളിയോയ്, പഠിക്കലുള്ളവർക്ക് സൗഭാഗ്യം, മുന്തിയ ബീവി വന്നിക്കണോ, വലിയ കറാമത്തുള്ള ബീവിതാ വന്നിക്കണേ എന്ന് ഒരു അനൗൺസ്മെന്റ്. പിന്നെ നാട്ടിൽ ഇവിടെയൊക്കെ പന്തല് കെട്ടി ഇതുപോലെ കാറും വണ്ടിയും ബഹളമയമായി ഈ നാട്ടിൽ ഇങ്ങനെ. ഇതാണ് സമസ്തയുടെ ഇസ്ലാം. എന്നാ സക്കരിയ നബിയോ? അതാണ് നമുക്കുള്ള പാഠം. നമുക്ക് പ്രവാചകന്മാരാണ് പാഠം. സമസ്തക്ക് പ്രവാചകന്മാർ അംഗീകരിക്കപ്പെട്ടവരല്ല. സമസ്ത പ്രവാചകന്മാർ അംഗീകരിക്കാത്തവരാണ്. കർമ്മത്തിലും ധർമ്മത്തിലും, നാക്കിലും എഴുത്തിലും ഉണ്ട്, ജീവിതത്തിലില്ല. കർമ്മത്തിലില്ല, ധർമ്മത്തിലില്ല, വിശ്വാസത്തിലില്ല, ആചാരത്തിലില്ല. എഴുത്തിലുണ്ട്, നാവിലുണ്ട്, ഹൃദയത്തിലില്ല. ഇല്ല. കേട്ടോ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കണ്ടു. എന്നിട്ട് സക്കരിയ നബി ചോദിച്ചു, അന്നാലക്കി ഹാദാ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇതെവിടുന്നാ കിട്ടിയത്? അപ്പൊ അവര് പറഞ്ഞത് അല്ലാഹ് തന്നതാ. നിന്റെ പവറാന്നല്ല, പടച്ചോൻ ഇർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർ കണക്ക് നോക്കാതെ കൊടുക്കും. അല്ലേ? 37-ാമത്തെ വചനം 3-ാം അധ്യായം. 37-ാമത്തെ വചനം 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 37-ാമത്തെ വചനം. അടുത്ത കേട്ടോ. ഇത് കണ്ട സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിൽ എന്താ ചെയ്യുക? മറിയം ബീവിനോട് വിളിച്ചു പ്രാർത്ഥിക്കും. കാരണം എന്താ? അല്ലാഹ് കൊടുത്ത കറാമത്ത് നേരിട്ട് കണ്ടുകൊണ്ട് കണ്ട്. സമസ്തയിലെ നമ്മളാരും ഒരാളെ കറാമത്ത് നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ കറാമത്തിനെ പറ്റി ഏജന്റുമാര് പ്രചരിപ്പിച്ച കള്ളക്കഥ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ കറാമത്ത് നേരിട്ട് കാണുക. ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കണ പലതവണ കാണുകയാണ് സക്കരിയ അലൈഹിസ്സലാം. എന്നിട്ട് പോലും ആ കറാമത്ത് കാണിച്ച മറിയം ബീവിയോട് തേടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണോ? കറാമത്ത് ഇല്ലാന്നോ ഉണ്ടെന്നോ? ഉണ്ട്. പക്ഷെ കറാമത്തുള്ളവരോട് തേടാൻ അത് കാരണല്ല. അവർക്ക് കറാമത്ത് ഉണ്ട് എന്നത് അവരോട് തേടാൻ കാരണമല്ല. അല്ലേ? അതിനെന്താ തെളിവ്? കേട്ടോ, അതിനെന്താ തെളിവ്? സൂറത്തു ആൽ ഇംറാൻ 3-ാം അധ്യായം 38-ാമത്തെ വചനം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഹുനാലിക ദഅ സക്കരിയ, അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആയിരുന്നു. പടച്ചോനെ, മറിയം ബീവിക്ക് ക്ഷാമകാലത്ത് ഭക്ഷണം ഇറക്കി കൊടുക്കാൻ കഴിവുള്ളവനല്ലേ നീ? എങ്കിൽ പടച്ചോനെ എനിക്കൊരു കുട്ടീനെത്താ.
ഉണ്ടോ? അപ്പൊ കറാമത്ത് കണ്ടാൽ ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹിനോട് ദ്വേരക്കും എന്നാണ് ഇസ്ലാം. സമസ്തയോ കറാമത്ത് കണ്ടാൽ അള്ളാഹിനെ വിടും, കറാമത്ത് കാണിച്ചോലെ പിടിക്കും. ഇതാണ് സമസ്ത. അള്ളാഹിനെ എങ്ങനെങ്കിലും അടിച്ച് പടിക്ക് പിണ്ടം അല്ലെ പുറത്താക്കി പിണ്ടം വെക്കുക. അതിനാണ് സമസ്ത മുസ്ലിയാക്കന്മാർ ഡിഗ്രി എടുക്കുന്നത്. എന്തിനാ സക്കാഫിയാണ്? കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹിനെ പടിക്ക് പുറത്ത് വെച്ച് പിണ്ടം വെച്ച് പടിയടക്കി. അതാണ് സമസ്തക്ക് ഡിഗ്രി കിട്ടുന്നത്. എന്തിന്? അള്ളാഹിനെ പടിയടച്ച് പുറത്താക്കുക. പടച്ചോനായിട്ട് ഈ ഉമ്മത്തിനൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാലേ ഓൾക്ക് ജീവിക്കാൻ പറ്റൂ. പടച്ചോനായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്. പടച്ചോന് പോക്കറ്റിലെ കായ് വേണ്ടല്ലോ, വേണോ? ഇവിടുത്തെ ഈ പഠിക്കല മുഹമ്മദിന്റെയോ ഈ പഠിക്കല ആമിക്കുട്ടീന്റെ പോക്കറ്റിലെ 10 റുപ്യ വാങ്ങാൻ അള്ളെന്താ യാചകനാ? അള്ളാന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ യർസുഖുല്ലേ, അറിയാലോ. പടച്ചോന് ഭക്ഷണം ആവശ്യമില്ല. പടച്ചോന് മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുതഊൻ. മുസ്ലിയാക്കന്മാരെ അള്ളാനെ പോലെയാ? ഓൾക്ക് കായ് വേണോ? അതിന് ഈ പാവങ്ങളെ ചൂഷണം ചെയ്യണം.